ആശാവർക്കർമാരുടെ ദൈന്യതകളിലേക്ക് സർക്കാർ ഇനിയും കണ്ണ് തുറക്കുന്നില്ല. ആശാവർക്കർമാർ തുടരുന്ന നിരാഹാര സമരം ഇന്നിപ്പോൾ 5ാം ദിവസത്തിലേക്കാണ്. നിരാഹാരം അനുഷ്ഠിക്കുന്ന ആശമാർക്ക് പിന്തുണയുമായി നിന്നിപ്പോൾ കൂട്ട ഉപവാസവും നടക്കും. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ കൂട്ട ഉപവാസത്തിൽ പങ്കെടുക്കും. അതേസമയം ആശാവർക്കർമാർ തുടരുന്ന രാപകൽ സമരം ഇന്ന് 43ാം ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, 44ാം ദിവസത്തിലേക്കാണ് ഇവരുടെ സമരം. 5ാം ദിനം ഉപവാസം. സർക്കാരിൻ്റെ കരുണ ഇനിയും ഇവരുടെ മേൽ പതിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കൂടുതൽ ശക്തമായ തലത്തിലേക്ക് സമരപരിപാടികളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് വീടുകളിലേക്ക് അടക്കം ഉപവാസം തുടർന്നുകൊണ്ട് കൂടുതൽ പേർ കൂട്ടുപവാസത്തിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായ തലത്തിലേക്ക് ഇവരുടെ സമരം നീങ്ങുകയാണല്ലോ. തീർച്ചയായും ആശാവർക്കർമാരുടെ സമരം നമുക്കറിയാം ഇന്ന് 43ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അവർ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ചിട്ടാണ് 43 ദിവസം പിന്നിടുന്നത്. അതിനുശേഷവും അവർ അവരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളടക്കം നടത്തിയെങ്കിലും ആ ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് അവർ ഇന്ന് ഈ നേരത്തെ ഉപവാസത്തിലേക്ക് അവർ കൃത്യമായി ആദ്യം കടക്കുന്നത്. അത് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൻ്റെ സമയത്താണ് അവർ പ്രഖ്യാപിക്കുന്നത്. ആ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തിയതിന് ശേഷം ഒരു ദിവസം നീണ്ടുനിന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ശേഷമാണ് ഉപവാസം പ്രഖ്യാപിക്കുന്നത്. ആ ഉപവാസം ഇന്ന് 5ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. 5 ദിവസത്തിലേക്ക് ഒരാഴ്ചയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണിപ്പോൾ ഇവർക്ക് പിന്തുണയുമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശാവർക്കർമാർ സംസ്ഥാനത്തിൻ്റെ സ്ഥിരാ കേന്ദ്രത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വീണ്ടും എത്തുന്നത്. അവർ ഇന്ന് കൂട്ട ഉപവാസമായി തന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ ഇന്ന് ഇവിടേക്ക് എത്തും. ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന KHMൻ്റെ ആളുകൾക്ക് പിന്തുണയുമായാണ് ഇവർ എത്തുന്നത്. ആശാവർക്കർമാർക്ക് പിന്തുണയുമായാണ് ഇവർ എത്തുന്നത്. ഇവിടെ എത്തി ഇന്ന് ഒരു ദിവസം ഏകദിന ഉപവാസം കൂട്ട ഉപവാസം നടത്തുകയാണ് അവർ. ഒപ്പം തന്നെ ഇവിടെ എത്താൻ കഴിയാത്തവർ ജില്ലാ തലത്തിലും അവരുടെ NHM ഓഫീസുകളിലൊക്കെയായി അവർ ഉപവാസം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ സമരം ശക്തമാക്കാനുള്ള നടപടികളുമായി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. തങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഓണറേറിയം 21,000 രൂപയാക്കുക, ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി ഉയർത്തുക, ഈ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് നേടിക്കൊണ്ടല്ലാതെ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 2ാം ദിവസം തന്നെ നിരാഹാര സമരം ആദ്യം ആരംഭിച്ച ഷീജ എന്ന ആശാപ്രവർത്തകയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് അവർ മാറി പകരം ശോഭ എന്ന ആശാപ്രവർത്തകയാണിപ്പോൾ സമരത്തിലുള്ളത്. അവർക്കൊപ്പമാണ് MA ബിന്ദുവും ഒപ്പം തങ്കമണിയും നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇവരുടെ നിരാഹാര സമരം ഇപ്പോൾ 5ാം ദിവസത്തിലേക്ക് എത്തി നിന്നിട്ടും സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂലങ്ങളും ഇവർക്കില്ല എന്നത് തന്നെയാണ്. അത്തരത്തിൽ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ കൂട്ട ഉപവാസത്തിലേക്ക് നിന്ന് വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്ക് കൂടുതൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇന്നത്തെ കൂട്ട ഉപവാസത്തിൽ ഇവിടെ എത്താൻ കഴിയാത്തവർ വീടുകളിലടക്കം ഉപവാസ സമരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവർക്കൊപ്പം തന്നെ മറ്റ് സംഘടനാ നേതാക്കളൊക്കെയുണ്ട്, മറ്റ് സംഘടനാ പ്രവർത്തകരൊക്കെയുണ്ട്. അവരൊക്കെയും ഇന്നത്തെ ഉപവാസത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഉപവാസ സമരം തുടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ എത്രയും വേഗം ഇടപെടണം എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നില്ല. സർക്കാർ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ ഓണറേറിയം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാത്രം ഓണറേറിയം വർദ്ധിപ്പിക്കാം എന്ന ഒരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനായാലും വീണ്ടും ചർച്ച നടത്തി തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. രജിത്താണ് ആ വിവരങ്ങളുമായി ചേർന്നത്. ആശാവർക്കർമാരുടെ ഉപവാസം 5ാം ദിവസത്തിലേക്കാണ്. സമയം 44 ദിവസം പിന്നിടുന്നു ഇവരുടെ സമരം. ഇനിയും ഇവരുടെ മേൽ സർക്കാരിൻ്റെ കരുണ വീഴേണ്ടതുണ്ട്. ശക്തമായ സമരപരിപാടികളുമായി ആശാവർക്കർമാർ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.